നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ നടപടി കടുപ്പിച്ചു കേന്ദ്ര സർക്കാർ. പോലീസ് വീഴ്ചയിൽ സംസ്ഥാനത്തോട് വിശദീകരണം തേടി ഡിജിപിയെ വിളിച്ചുവരുത്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ഡിജിപി. പോലീസിന് നേരെയും നടന്നത് വ്യാപക ആക്രമണം. പ്രത്യേക എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മ്യൂസിയം പോലീസ്. കേസിൽ ഇതുവരെ പിടിയിലായത് 8 പേർ. നടപടികൾ വേഗത്തിലാക്കാൻ ഇഡി റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ വിശദമായി പരിശോധിക്കും. വീണയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. പ്രതികളുടെ 18,36,00,000 രൂപയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. കർണാടകയിൽ രാജി പ്രഖ്യാപിക്കാൻ സിദ്ധരാമയ്യ. ഗവർണറുമായി കൂടിക്കാഴ്ച 3 മണിക്ക്. അധികാരത്തിലേക്ക് DK ശിവകുമാർ. മന്ത്രിസഭയിൽ സമഗ്ര മാറ്റത്തിന് സാധ്യത. ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ബലിപ്പെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം. ഇരുപത് വർഷത്തെ പ്രാർത്ഥനകൾ സഫലം. സൗദി ജയിലിൽ നിന്ന് മോചിതനായ അബ്ദുൾ റഹീം തിരികെ നാട്ടിൽ. എല്ലാവർക്കും നന്ദി പറഞ്ഞ റഹീം. പശ്ചിമേഷ്യ അതിസങ്കീർണം. ആക്രമിച്ചും തിരിച്ചടിച്ചും ഇറാനും അമേരിക്കയും. ഇറാന്റെ ബന്ദർ അബ്ബാസ് മേഖലയിൽ US മിസൈലുകൾ. കുവൈറ്റിൽ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ. ഇഡി ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ നടപടി കടുപ്പിച്ചു കേന്ദ്ര സർക്കാർ. അക്രമത്തെക്കുറിച്ച് സംസ്ഥാനത്തോട് കേന്ദ്രം റിപ്പോർട്ട് തേടി. പോലീസ് വീഴ്ചയെന്ന ആരോപണം ശക്തമാകുന്നതിനിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയെ വിളിച്ചു വരുത്തി. അക്രമ സംഭവത്തിൽ ഉൾപ്പെട്ടതിൽ ചിലർ പിടിയിലായി. പലരും ഒളിവിലാണ്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാന്, ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ CPMന്റെ പ്രവർത്തകരുടെ ഈ അക്രമത്തിൽ പങ്കെടുത്തവരുടെ വീടുകളിലടക്കം റെയ്ഡുണ്ട്. നിരവധി ആളുകൾ പിടിയിലാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ നീക്കം എന്താണ്? DGP ആഭ്യന്തരമന്ത്രിയെ കണ്ടു, കാര്യങ്ങൾ വിശദീകരിച്ചു. ആഭ്യന്തരമന്ത്രിക്കും ഇപ്പോൾ സംഭവവികാസങ്ങളിൽ അതൃപ്തിയുണ്ട് എന്നാണ് സൂചന. എന്താണ് ഡാൻ ഏറ്റവും ഒടുവിലത്തെ പോലീസിന്റെ നീക്കങ്ങൾ? FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് സിറ്റി പോലീസ് വ്യാപകമായ പരിശോധനകൾ ഈ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടി ജില്ലയ്ക്കകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം 8 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതേസമയം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായി, വീഴ്ച സംഭവിച്ചുവെന്നൊരു വിലയിരുത്തലാണ് പോലീസിന്റെ ഉന്നത വൃത്തങ്ങൾ. ഇന്റലിജൻസ് ADGPക്ക് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടും അത് ശരിവെക്കുന്ന തരത്തിലാണ്. കണ്ണൂരിലും അതോടൊപ്പം തന്നെ കോഴിക്കോടുമൊക്കെ ED ഉദ്യോഗസ്ഥർ നേരത്തെ റെയ്ഡ് പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തുണ്ടായ സംഭവ വികാസങ്ങൾ ഒരു സൂചനയായിരുന്നു. ആ സൂചന കണ്ടുകൊണ്ട് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 300 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കൂടുതൽ ഉദ്യോഗസ്ഥരെ അവിടേക്ക് വിന്യസിക്കാൻ കഴിയാതെ പോയതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. മാത്രവുമല്ല, മാധ്യമപ്രവർത്തകർക്ക് ഒപ്പം ഈ വാഹനങ്ങൾക്ക് അടുത്തേക്ക് ചാടി വീഴാനായി പ്രവർത്തകർ നേരത്തെ നടത്തിയ ശ്രമം നേരത്തെ എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇന്റലിജൻസിനെ കുഴയ്ക്കുന്ന ഒരു കാര്യം. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. DCP ഉണ്ടായിരുന്നു, ACP ഉണ്ടായിരുന്നു, മറ്റ് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. 11:30-ക്ക് ശേഷം പ്രകോപനപരമായ തരത്തിലേക്ക് ഈ മുദ്രാവാക്യം വിളികൾ മാറിയത് തന്നെ കൃത്യമായൊരു ഉദാഹരണമായിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ട്
വെച്ചുകൊണ്ട് ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ഒന്നുകിൽ അവിടെ തന്നെ, അതായത് ഈ വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെ തുടരാൻ ആവശ്യപ്പെടുകയോ അതല്ല എങ്കിൽ മുതിർന്ന നേതാക്കളെ ഇടപെടിച്ചുകൊണ്ട് പ്രവർത്തകരെ മുഴുവൻ ഒരു വശത്തേക്ക് മാറി മറ്റൊരു വശത്തു കൂടി സുരക്ഷിതമായി ഈ വാഹനങ്ങൾക്ക് CRPF ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ പുറത്തേക്ക് പോകാനുള്ള ഒരു ക്രമീകരണമോ ചെയ്യാമായിരുന്നു. അത് ചെയ്യാതിരുന്നത് ഗുരുതരമായ ഒരു വീഴ്ചയായിട്ടാണ് പോലീസിലെ ഉന്നത വൃത്തങ്ങളുടെ വിലയിരുത്തൽ. അതേസമയം ഔദ്യോഗികമായി ED അങ്ങനെ ഒരു സഹായം ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന ഒരു പ്രതിരോധമായി മുമ്പോട്ട് വെക്കുന്നുണ്ടായെങ്കിലും അതിനപ്പുറത്തേക്ക് പോലീസിന് അങ്ങനെ ഒരു സഹായം ED ആവശ്യപ്പെട്ടില്ല എങ്കിൽ കൂടി അവിടുത്തെ ക്രമസമാധാന നില സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് കൃത്യമായി സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുമായിരുന്നു. അത് കഴിയാതെ പോയതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ നിലവിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. റവാഡ ചന്ദ്രശേഖരനൊപ്പം ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് ഹേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ചിരുന്ന ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനുശേഷം DGP മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും, കുറ്റക്കാർക്കെതിരെ ഗുരുതരമായ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് 4 പേർ കീഴടങ്ങുന്ന സാഹചര്യവും ഇന്ന് പുലർച്ചെ 2 പേരെ വട്ടിയൂർക്കാവ് പോലീസും മ്യൂസിയം പോലീസും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അതിനുശേഷം അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ട അമൽ എന്ന വ്യക്തി കോട്ടയത്തേക്ക് ഇന്നലെ വൈകുന്നേരം തന്നെ രക്ഷപ്പെട്ടിരുന്നു. ഇയാളെ കോട്ടയത്തുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് പിടികൂടി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് വൈദ്യ പരിശോധന പൂർത്തിയാക്കി 8 പേരെയും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 FIRകളാണ് പോലീസിനെയും CRPFനെയും ED ഉദ്യോഗസ്ഥരെയും ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ 2 FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതിൽ BNSലെ പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് ഒപ്പം PDPP ആക്ട് കൂടി ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഈ രജിസ്റ്റർ ചെയ്ത 2 FIRകളുടെ പിന്നാലെ വ്യാപകമായ അറസ്റ്റിലേക്ക് പോലീസ് തന്നെ കടക്കുന്നതിലൂടെ വ്യക്തമാകുന്നത്. ഒപ്പം ഡാന, ഈ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടലും പ്രധാനമാണ്. കാരണം ആക്രമിക്കപ്പെട്ടത് ED ഉദ്യോഗസ്ഥരാണ്. അതിന്റെ ഗൗരവം ഒട്ടും ചെറുതല്ല. CPM പ്രവർത്തകർക്കെതിരെ CPM പ്രവർത്തകരെ തടയുന്നതിൽ ഇവിടെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഒരു അലംഭാവം ഉണ്ടായി എന്ന വിലയിരുത്തൽ പൊതുവെ ഉണ്ട് എന്നാണ് കരുതേണ്ടത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ എടുത്തു പറയുന്ന കാര്യം, അതായത് 11:30ക്കും 12 മണിക്കും ഇടയിൽ ആദ്യ ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വാടക വീടിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കിടയിൽ നിന്ന് ചിലർ പോലീസിന് നേരെ പെട്ടെന്ന് തിരിയുകയും അവർക്ക് നേരെ കുപ്പിയും അതോടൊപ്പം തന്നെ ചെരുപ്പുകളും വലിച്ചെറിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ACPയും DCPയും ഒക്കെ അവിടെ എത്തിയിരുന്നു. അവർ അവിടെ നേരിട്ടെത്തി രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു. മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മുതൽ തന്നെ ഇതൊരു പ്രകോപനത്തിലേക്കാണ് പോകുന്നത് എന്ന കാര്യം വ്യക്തമായതാണ്. ഒരു ഹെൽമറ്റ് വലിച്ച് ഉദ്യോഗസ്ഥർക്ക് നേരെ എറിയുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് ഏതാണ്ട് 2 മണിയോടെ 8 മണിക്കൂർ നീണ്ട പരിശോധന പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരാൻ തയ്യാറെടുത്തത്. ആ സമയത്ത് അവർക്ക് സുഗമമായി കടന്നു പോകാനുള്ള വഴി ഒരുക്കുന്നതിന് പകരം പോലീസ് പല ഭാഗങ്ങളായി ഒരുമിച്ച് കൂട്ടം കൂടി നിന്നതാണ് ഈ വാഹനങ്ങൾക്ക് അരികിലേക്ക് എത്താനും അത് തല്ലി തകർക്കാനും ഈ പ്രതിഷേധക്കാർക്ക് കഴിഞ്ഞത് എന്നാണ് ഇന്റലിജൻസിന്റെ വിലയിരുത്തൽ. അവിടെയാണ് പോലീസിന് ഒരു ഏകോപനത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തലേക്ക് അവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. ED ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണത്തിൽ പോലീസിന് സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. ED സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നില്ല. ഇതുവരെ 8 പ്രതികളെ പിടികൂടി. സംഭവം എല്ലാ തരത്തിലും അന്വേഷിക്കുമെന്നും DGP വ്യക്തമാക്കി. ഇതിന്റെ ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്താണ്. കേന്ദ്രബലമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് റെയ്ഡ് കഴിഞ്ഞ് 8 മണിക്കൂർ ശേഷമാണ് റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് 8 മണിക്കൂർ പിന്നിടുന്നു. അപ്പോഴാണ് റെയ്ഡ് ഈ ആക്രമണം നടക്കുന്നത്. പോലും സ്വാഭാവികമല്ല പോലീസ് അതുകൊണ്ട് തന്നെ അല്ലേ അവിടത്തേക്ക് 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട് ഈ പറ്റുള്ള സ്ഥലങ്ങളിൽ 50ഓളം പോലീസ് ഉണ്ടായിരുന്നു. അവരിറങ്ങുമ്പോൾ പോലീസ് മാറി നിൽക്കുന്നു. ആ വാഹനങ്ങൾ
ആക്രമിക്കുമ്പോൾ പോലീസ് രണ്ട് സൈഡിലേക്ക് മാറി നിൽക്കുന്ന സാഹചര്യമാണ്. ഈ ആക്രമിക്കുന്നവരെ പിടിച്ചു മാറ്റാൻ പോലും പോലീസ് തയ്യാറാവുന്നില്ല. തീർച്ചയായിട്ടും ഇതിലെ ഈ സംഭവത്തിന് നമ്മൾ നോക്കാവുന്നതിലേക്ക് ആവശ്യം നടപടി സ്വീകരിക്കുന്നത്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 8 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ ദൃശ്യങ്ങളടക്കം ഉണ്ട് താനും. അവരടക്കം ഈ വൈകുന്നേരം പോലീസിന്റെ മുന്നിൽ അവരുണ്ടായിരുന്നതാനും. എന്നിട്ട് എന്തുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്തില്ല? പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. ED റെയ്ഡിനിടെ പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. സംഭവത്തിൽ മ്യൂസിയം പോലീസ് പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. CPM പ്രവർത്തകർ, SFIക്കാർ, DYFIക്കാർ ഒക്കെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ ഇവർക്ക് കുരുക്ക് മുറുകുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ED പരിശോധനയിൽ മൗനം തുടർന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഡൽഹിയിലും കൊച്ചിയിലുമായി ഇന്നലെ 6 തവണ മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും മൗനം പാലിച്ചു. ഇന്നും മാധ്യമങ്ങൾ ചോദ്യം തുടർന്നുവെങ്കിലും സതീശൻ പ്രതികരിച്ചില്ല. റെയ്ഡ് രാഷ്ട്രീയ ഗൂഢാലോചനയെന്നാണ് CPM ആരോപിക്കുന്നത്. റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞില്ല. അതിലൊരു മറുപടി പറഞ്ഞില്ല. ഇന്ന് പാണക്കാട് വെച്ചാണ് ഈ പ്രതികരണം മാധ്യമങ്ങൾ തേടിയത്. ഇതോടെ 6ാം തവണയും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയാതെ മടങ്ങുകയായിരുന്നു. ED ഉദ്യോഗസ്ഥ എത്തിയ വാഹനം ആക്രമിച്ച സംഭവത്തിൽ ഡ്രൈവർമാർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് സൂചന നൽകി CPM തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നതിൽ ഖേദമുണ്ട്. ആ നഷ്ടം പരിഹരിക്കുന്നതിൽ പാർട്ടിക്ക് ധാർമ്മികതയുണ്ടെന്നും CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി A റഹീം പ്രതികരിച്ചു. ആശങ്ക നീക്കാനുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. EDയുടെ രാഷ്ട്രീയ വേട്ടയിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയത് നൂറുകണക്കിന് CPIM പ്രവർത്തകരും അനുഭാവികളും ഒക്കെയാണ്. ED ഉദ്യോഗസ്ഥരെയും വഹിച്ചു വന്ന വാഹനങ്ങൾക്കു നേരെ പ്രവർത്തകരുടെ രോഷം അണപൊട്ടി ഒഴുകി. അപ്പോൾ ആ സംഭവത്തിൽ ഒരു ടാക്സി കാർ, അയാളൊരു തൊഴിലാളിയാണല്ലോ, ഒരു സാധാരണ തൊഴിലാളി, ആ കാർ ഉപയോഗിച്ച് ഉപജീവന മാർഗം നടത്തുന്നയാളാണ്. അപ്പൊ ഈ വലിയ പ്രതിഷേധത്തിനും രോഷത്തിനും ഇടയിലെ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ടുപോയ ആ കാറിന് നല്ല കേടുപാടുകൾ പറ്റി. വലിയ നിലയിലാണ് ആ കാറിന് കേടുപാടുകൾ പറ്റിയത്. അയാൾക്കും പരിക്കേൽക്കുന്ന നിലയുണ്ടായി. അപ്പൊ ഒരു തൊഴിലാളി എന്ന നിലയിൽ ആ തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൽ CPIM എന്നൊരു പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ധാർമ്മികതയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ CPIMന്റെ പ്രമുഖരായ നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപജീവന മാർഗമാണല്ലോ കേസ്. അതിന്റെ വഴിക്ക് നീങ്ങുമെന്നും യൂണിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞു. ആരെങ്കിലും പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു യൂണിയൻ ഉണ്ട്. ആരെങ്കിലും പ്രവർത്തിക്കുന്ന യൂണിയൻ ഉണ്ട്, ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ. അത് വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന യൂണിയനാണ്. ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ അയാൾക്കുണ്ടായിട്ടുള്ള വിഷമം പരിഹരിക്കാൻ യൂണിയൻ ആവശ്യമായിട്ടുള്ള കേസിന്റെ വഴിക്ക് പൊക്കോളും. അതൊന്നും കുഴപ്പമില്ല. അയാളുടെ ഉപജീവനമാണ് ഒരു വിഷമം വന്നിരിക്കുന്നത്. ആ യൂണിയൻ ഇടപെട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കും. ഈ തൊഴിലാളി എന്ന് പറയുന്ന തൊഴിലാളിയാണ് എന്നാണല്ലോ CPMന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത്. ഡ്രൈവറെ സഹായിക്കും, കാറ് ശരിയായി കൊടുക്കും എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടല്ലേ സാരംഗ്?
രഞ്ജിത്ത്, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഈ വാഹനത്തിന് നേരെ ഉണ്ടായിരുന്നത്. കാരണം ED ഉദ്യോഗസ്ഥരെത്തിയത് ടാക്സി വാഹനത്തിലാണ്, അവരുടെ സ്വന്തം വാഹനത്തിലല്ല. ടാക്സി വാഹനം തിരുവനന്തപുരത്ത് നിന്നും അവർ ടാക്സി വാഹനത്തിലാണ് ഈ ഒരു പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ വെച്ചാണ്, അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു ക്രൂരമായ രീതിയിൽ ആക്രമണം ഉണ്ടായത്. അതിൽ ഈ ഡ്രൈവർക്ക് പരിക്കേറ്റിരുന്നു. പിന്നീട് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലും മറ്റ് വാർത്താ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാവുകയായിരുന്നു. കാരണം ഉപജീവന മാർഗമായി ഉപയോഗിക്കുന്ന ടാക്സി വാഹനം അടിച്ചു തകർക്കുക, അതായത് EDയോടുള്ള ദേഷ്യം സാധാരണക്കാരനെ നെഞ്ചത്ത് തീർക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് CPM ഇതിൽ ഇടപെടൽ നടത്തിയത്. അതിനുശേഷമാണ് ഈ ജീവനക്കാരൻ, അതായത് ഈ ഡ്രൈവറെ പാർട്ടി ഓഫീസിലേക്ക് വിളിപ്പിക്കുകയും അവിടെ വെച്ച് സംസാരിക്കുകയും ചെയ്തത്. ഈ വാഹനം മാത്രമല്ല, മറ്റ് 2 വാഹനത്തിനും കേടുപാട് പറ്റിയിട്ടുണ്ട്. 2 വാഹനത്തിനാണ് കാര്യമായ കേടുപാട് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു വാഹനത്തിന് ചെറിയ രീതിയിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ ഡ്രൈവർ അവരുമായി പരിചയമുണ്ട്, അവരുമായി ഒത്തുചേർന്നുകൊണ്ടൊരു സമവായത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നഷ്ടപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഉണ്ടായത്. എന്നിരുന്നാലും നഷ്ടപരിഹാരം നൽകുമെന്ന് നേതാക്കന്മാർ ആരും എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും അതിന്റെ ആ ഒരു പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും, ഉപജീവന മാർഗത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നേതാക്കന്മാർ അറിയിച്ചിരിക്കുന്നത്. എന്തിനായാലും ദിവസവേതനത്തിന് അല്ലെങ്കിൽ ദിവസം ഓടുന്ന ഓട്ടത്തിന് കിട്ടുന്ന തുക മാത്രം വെച്ച് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളാണ് ഈ 3 ഡ്രൈവർമാരുടെയും. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുമെന്നാണ് ഇന്ന് നേതാക്കന്മാർ അറിയിച്ചിരിക്കുന്നത്. മറ്റ് കേസുമായി മുന്നോട്ട് പോകും, അതിൽ യാതൊരുവിധ ഇടപെടലും നടത്തില്ല. കേസിന്റെ കാര്യങ്ങൾ കേസുമായി തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ഇതിലുണ്ടായിട്ടുള്ള നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഇതിലുണ്ടായിട്ടുള്ള നഷ്ടം അത് പാർട്ടി ഇടപെട്ട് അതിലൊരു പരിഹാരവും അവരുടെ ദുഃഖത്തിൽ അല്ലെങ്കിൽ അവരുടെ നഷ്ടത്തിൽ അവർ പാർട്ടി ഒരു പരിഹാരം കാണുമെന്നാണ് ഇന്ന് നേതാക്കന്മാർ അറിയിച്ചത്. രഞ്ജിത്ത്, ശരി. ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണം സ്വാഭാവിക പ്രതികരണമെന്നായിരുന്നു CPM നേതാക്കളുടെ മറുപടി. ED റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഉദ്യോഗസ്ഥരെ ആരും ആക്രമിച്ചില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ED റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യമാണ്. ED പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെയും RSSന്റെയും നിയന്ത്രണത്തിലാണ്. പെട്ടെന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ വിധി വന്നപ്പോൾ ചാടിക്കേറി 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീകരാവസ്ഥ സൃഷ്ടിക്കുക. അപ്പം ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള നികൃഷ്ടമായ ഗൂഢാലോചനയാണ്. അതിനെതിരെ ജനങ്ങളുടെ രോഷം ഉയർന്നിട്ടുണ്ട്, സ്വാഭാവികമാണ്. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും നാഷണൽ ഹെറാൾഡ് കേസിൽ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചപ്പോൾ എന്തെല്ലാം ബഹളങ്ങളാണ്, സമരങ്ങളാണ് ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കന്മാർ സംഘടിപ്പിച്ച്. ആഭ്യന്തര വകുപ്പിന് നേരായ വിവരം കിട്ടുന്നില്ലെങ്കിലും ഇവിടെ ഒരു ഇന്റലിജൻസ് സംവിധാനം കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ആവശ്യമായ മുന്നൊരുക്കം അവർ നടത്തേണ്ടതല്ലേ. പിണറായി വിജയനെ പോലുള്ള ഏറ്റവും പ്രഗത്ഭനായ CPMന്റെ ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ തടഞ്ഞു വെച്ച് ഹറാസ് ചെയ്യുന്നു എന്ന വിവരം കിട്ടിയാൽ സ്വാഭാവികമായി അതിൻ്റെ ഒരു വികാരം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ പോലീസിനുണ്ടാവണ്ടേ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാവണ്ടേ. അവിടെ ഇതുണ്ടായിരുന്നു, ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഇത്ര വലിയ ജനക്കൂട്ടം പ്രതിഷേധിക്കാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് ഒരു ശാന്തത ഉണ്ടായ ശേഷം ED ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങണമായിരുന്നു. ഞങ്ങളെല്ലാം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഒന്ന് ശാന്തമായ ശേഷം ഇറങ്ങണമായിരുന്നു. ഒരു ജനക്കൂട്ടത്തിൻ്റെ പ്രകടനവും അതൊരു പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടി വന്ന ആൾക്കാരുടെ നേരെ വാഹനം വരികയാണ് ചെയ്തത്. പോലീസ് വാഹനത്തിന്റെ ചില്ല് പൊട്ടിയ സംഭവം തിരുവനന്തപുരത്താണ് ഉണ്ടായത്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നവരല്ല. ഒരു തെറ്റായ നടപടിയെയും ഒരു ദിശതെറ്റിയ പ്രതിഷേധത്തെയും ഇത്തരത്തിലുള്ള നടപടികളെയും അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഇങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നവരല്ല ഇടതുപക്ഷ പാർട്ടികൾ. ഞങ്ങളായി അല്ല, ED ഉദ്യോഗസ്ഥരെ ആരും ആക്രമിച്ചിട്ടില്ലല്ലോ. അവിടെ ആ സംഘർഷത്തിൽ നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും. ഗോവിന്ദൻ മാഷ്, കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ വി ജോയ്, അതെ ഈ വി ജോയ്, പിന്നെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെല്ലാം വളരെ കഷ്ടപ്പെട്ടത് ഈ തിക്കി തിരക്കിന്ന് പിടിച്ചു മാറാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഇടയ്ക്കാണ് ഈ വണ്ടിയെ കൈകൊണ്ട് അടിക്കുകയോ ചെയ്ത സംഭവം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സംഭവിക്കാൻ പാടെന്നല്ലേ പിണറായി തന്നെ പറഞ്ഞത്. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആൾക്കാരുമായി തർക്കത്തിന്റെ പിണറായിയുടെ വീട്ടിൽ തന്നെ പോയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ലല്ലോ. അവർക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുത്ത് എങ്ങനെയാണ് തിരുവനന്തപുരത്തുണ്ടായ സംഭവം ഇവരുണ്ട്. ആ സംഭവം അതൊക്കെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യുകയും ഇല്ല ഭാവിയിൽ. ബാക്കിയോടത്ത് എത്ര പ്രകടനം, കേരളം മുഴുവൻ പ്രകടനം നടന്നിട്ട് തിരുവനന്തപുരത്ത് എത്ര 7-8 മണിക്കൂർ നേരം ഈ അദ്ദേഹത്തെ തടഞ്ഞു വെച്ച്
അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നതിന് പേരിലുണ്ടായിരുന്ന സംഘർഷങ്ങളായിരിക്കും. ആ സംഘർഷം പോലും ഒഴിവാക്കേണ്ടതായിരുന്നു. അതാണ് ഇഡിക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ CMRL MD ശശിധരൻ കർത്തയെ രക്ഷിക്കാൻ വേണ്ടി എന്നു കെ സുരേന്ദ്രൻ. പിണറായി വിജയന്റെ മകളുടെ ബാങ്ക് അക്കൗണ്ടിലെ കോടികളുടെ ഇടപാടുകൾ ഇഡിക്ക് കിട്ടി. കേന്ദ്ര ഏജൻസിയെ ആക്രമിച്ച് കേസ് ഇല്ലാതാക്കാനാവില്ല. MV ഗോവിന്ദൻ അടക്കമുള്ള CPM നേതാക്കൾക്കെതിരെ കോൺഗ്രസ് കേസെടുക്കാത്തത് കർത്തയിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ടാണെന്നുമാണ് ആരോപണം. 12ഓളം സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുള്ള സെർച്ചിൽ നിരവധി വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ പിണറായി വിജയന്റെ മകൾ ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ വിശദാംശങ്ങളടക്കം ഇഡിക്ക് കിട്ടിയിട്ടുണ്ട്. CMRL കമ്പനിയിൽ നിന്നും അനുബന്ധ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അതിനേക്കാൾ വലിയ വിവരങ്ങൾ ഈ അന്വേഷണ ഏജൻസി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബഹളം വെച്ച് DYFIക്കാരെ തെരുവിലിറക്കി പിണറായി വിജയൻ ആഹ്വാനം ചെയ്ത് ഒരു കലാപം സൃഷ്ടിച്ച് ഈ കേസ് അവസാനിപ്പിക്കാമെന്ന് ആരും കരുതുന്നത് ശരിയല്ല. മാസപ്പടി കേസിൽ കരിമണൽ കർത്തയുടെ ഡയറിയിലെ വിവരങ്ങളിലേക്ക് ED അന്വേഷണം നീളുമെന്ന് സൂചന. VD സതീശൻ മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പേര് ഡയറിയിലുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തുമെന്ന വിലയിരുത്തലാണ് CPM-ന്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കാൻ ഇടതുമുന്നണി തീരുമാനമെടുത്തത്. VV അരുൺ വിവരങ്ങളുമായി ചേരും. അരുണ്, നമുക്കറിയാം നേരത്തെ PV എന്ന പേരുണ്ടായിരുന്നു, RC രമേശ് ചെന്നിത്തല എന്ന് നേരത്തെ കേട്ടിരുന്നു, കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ മറ്റു 2 ഇടത് വലത് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും അവർ പാർട്ടിക്കായാണ് പണം വാങ്ങിയത് എന്ന് വിശദീകരിച്ചിരുന്നു. പക്ഷേ മറ്റു കാര്യങ്ങളാണ് വ്യക്തത വരാനുള്ളത്. എന്താണ് EDയുടെ ഇപ്പോഴത്തെ അന്വേഷണ രീതി? വീണ വിജയനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു അന്വേഷണം ആയിരിക്കില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിശാലമായ അന്വേഷണം ഇഡിയുടെ ഭാഗത്ത് ഉണ്ടാകും. ആദ്യം വീണ വിജയൻ, പിന്നീട് കരിമണൽ കർത്തയുടെ ഡയറിയിൽ പേരുള്ള മറ്റ് നേതാക്കളിലേക്കും. രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെങ്കിലും അതിനും കൃത്യമായ പണം സ്വീകരിക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അത് മറികടന്നുള്ള സംഭാവന സ്വീകരിച്ചിട്ടുണ്ടോ? മാത്രമല്ല ഈ സംഭാവനയെ നൽകുന്നത് കള്ളപ്പണം വെളുപ്പിക്കാൻ കൂടി വേണ്ടിയാണോ എന്ന സംശയവുമൊക്കെ സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുമുണ്ട്. അതുകൊണ്ട് ഈ ഡയറിയിൽ പേരുള്ള മറ്റു നേതാക്കളിലേക്കും അന്വേഷണം പോയേക്കാം. രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയാണ് നിലവിൽ. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പേരുണ്ട്. PV എന്ന ഒരു ചുരുക്കപ്പേരും അതിലുണ്ട്. അത് പിണറായി വിജയൻ അല്ല എന്ന് പിണറായി നേരത്തെ വ്യക്തമാക്കി. അപ്പോഴും പിണറായി വിജയനിലേക്ക് കൂടി നീളുന്നതാണ് ആ സംശയമൂല. അങ്ങനെയെങ്കിൽ അത്തരം നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പോകും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതായാലും വീണയുടെ വിഷയത്തിൽ അന്വേഷണം ശക്തമാക്കും. ഇന്നലെയുണ്ടായ അക്രമ സംഭവങ്ങൾ അവർക്കെതിരെയുള്ള നടപടികളുടെ ആക്കം കൂട്ടാൻ മാത്രമേ ഉപകരിക്കുള്ളൂ എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും വീണ വിജയന് പിന്നാലെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിലേക്കും ഈ മാസപ്പടി കേസിലെ അന്വേഷണം നീണ്ടുപോകാനാണ് സാധ്യത. CPM അതിലെ അപകടവും അതിലെ ആശങ്കകളും അവർക്കുമുണ്ട്. അന്വേഷണം എങ്ങോട്ട് പോകാമെന്ന ഒരു സാധ്യത അവരും വിലയിരുത്തുന്നുണ്ട്. വീണ വിജയൻ എന്ന പേരിൽ ഒതുങ്ങില്ല, പിണറായി വിജയനിലേക്ക് കൂടി അത് എത്തുമെന്ന ആശങ്ക CPM-നുണ്ട്. അത് മുൻകൂട്ടി കണ്ടാണ് ഇത്തരമൊരു പ്രതിരോധം, ശക്തമായൊരു പ്രതിരോധത്തിന് CPM തീരുമാനമെടുത്തത്. നേരത്തെ ബിനീഷ് കോടിയുടെ കേസിൽ വന്നപ്പോൾ എടുത്തതിന് വിഭിന്നമായ നിലപാട് സ്വീകരിച്ചത്. ഇത് ഒരു നേതാവിന്റെ കുടുംബാംഗത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, അതിനപ്പുറത്തേക്ക് നേതാവിലേക്ക് തന്നെ, പിണറായി വിജയനിലേക്ക് തന്നെ എത്തിയേക്കുമെന്ന വലിയ ആശങ്ക CPM-നുണ്ട്. അതുകൊണ്ടാണ് അവർ ആ രീതി. ഇന്നും പിണറായി വിജയൻ AK സെന്ററിൽ എത്തിയിരുന്നു. അവിടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുമായി ചർച്ച നടത്തി. ഇതിൽ തുടർ നീക്കങ്ങൾ CPM-ന്റെയും ഇടതുമുന്നണിയുടെ ഭാഗത്ത് ഉണ്ടാകും. ഇന്ന് ഇടതുമുന്നണിയുടെ ഒരു പ്രതിഷേധ സമരം വൈകിട്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടറിയിലേക്കാണ് ആ മാർച്ച്. അതിൽ തന്നെ ഇടതുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. CPM-ന് പുറമെ മറ്റ് ഘടകകക്ഷികളും ഈ വിഷയം ഒരു മുന്നണിയുടെ വിഷയമായി തന്നെ ഏറ്റെടുക്കുകയാണ്. കോൺഗ്രസും വളരെ കരുതലോടുകൂടിയാണ് വിഷയത്തിൽ പ്രതികരിക്കുന്നത്. കോൺഗ്രസിനും അത്ര ശുഭകരമായ കാര്യമല്ല ഇതിന്റെ തുടർ നീക്കങ്ങളിൽ ഉണ്ടാവുക എന്നവർ തിരിച്ചറിയുന്നു. സ്വാഭാവികമായും ഒരു പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നേതാവിനെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്ന വിഷയത്തിനപ്പുറത്തേക്ക് തങ്ങളുടെ നേതാക്കളിലേക്കും പാർട്ടിയിലെ മുന്നണി നേതാക്കളിലേക്ക് കൂടി ഇത് വരുമോ എന്ന കാര്യമാണ് കോൺഗ്രസും സംശയിക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ആദ്യഘട്ടങ്ങളിലൊന്നും കാര്യമായ പ്രതികരണത്തിന് മുതിരാതിരുന്നത്. അവിടെ രാഷ്ട്രീയ അപകടം അവരും കാണുന്നു. ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ച് കയറിപ്പോയാൽ എവിടം വരെ പോകും, ഏതൊക്കെ രീതിയിലേക്ക് അവരുടെ അന്വേഷണം നീണ്ടുപോകും. മറ്റ് പല സംസ്ഥാനങ്ങളിലും ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന്റെ പ്രതിഫലനങ്ങൾ, അവരുടെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ച പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് അവർ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കാര്യങ്ങളെ ജാഗ്രതയോടുകൂടിയാണ് ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. മറുഭാഗത്ത് BJP ആകട്ടെ അവർക്ക് ഇതിനും വലിയൊരു അവസരം ലഭിക്കാനില്ല. കാരണം അവരുടെ ഏറ്റവും വലിയ പ്രതിയോഗിയായ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവിനിലേക്ക് അന്വേഷണം എത്തുന്നുവെന്ന സൂചനകളുണ്ട്.
സംസ്ഥാനത്തെ ഭരണപക്ഷത്തിലേക്കും അത് അവരുടെ ദേശീയ തലത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ്, അവരിലേക്കും കൂടി അന്വേഷണം വന്നാൽ ബിജെപിക്ക് അത് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷ അവർക്കുമുണ്ട്. രഞ്ജിത്ത്, ശരി. CMRലുമായുള്ള എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടിൽ നടപടികൾ വേഗത്തിലാക്കാൻ ഒരുങ്ങി ED. അന്വേഷണ സംഘം പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. മൊഴിയും പിടിച്ചെടുത്ത രേഖകളും വിശദമായി പരിശോധിച്ച് വീണ്ടും വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് നൽകാനാണ് തീരുമാനം. വീണയുടെ HDFC ബാങ്കിലെ 1.5 ലക്ഷത്തിന്റെ അക്കൗണ്ട് ഉൾപ്പെടെ 3 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. റെയ്ഡിന് പിന്നാലെ പ്രതികളുടെ 18.36 കോടിയുടെ 242 ബാങ്ക് അക്കൗണ്ടുകളും ED മരവിപ്പിച്ചു. ED ഉദ്യോഗസ്ഥർക്കെതിരായ അതിക്രമം വീണ വിജയന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. കാരണം സാധാരണ ED ഉദ്യോഗസ്ഥർ ഒരിടത്ത് പരിശോധന നടത്തുമ്പോൾ അവിടെ നിന്നും ആവശ്യമായ രേഖകൾ ശേഖരിക്കുന്നു. പിന്നീട് അത് പരിശോധിച്ച ശേഷം ED ഓഫീസിലേക്ക് ആ പ്രതികളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതാണ് പതിവ്. പക്ഷെ അതിനൊക്കെ വിപരീതമായി വലിയ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ വലിയ തരത്തിൽ ആക്രമിക്കുന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നതുകൊണ്ടാണ് ഈ നടപടി വീണ വിജയനെതിരായിട്ടുള്ള നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കാൻ ED ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ വീണ വിജയനെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമൻസ് അയക്കും എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ED വൃത്തങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ പിടിച്ചെടുത്ത വീണ വിജയന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. അതിനു മുൻപായി ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭ്യമാകുമോ എന്നറിയുന്നതിനു വേണ്ടി ഫോൺ തുറന്ന് പരിശോധിക്കണം ED ഉദ്യോഗസ്ഥർക്ക്. അതിനുവേണ്ടി വീണയെ വിളിച്ചു വരുത്തുവാനുള്ള നടപടികളിലേക്കും കടന്നിട്ടുണ്ട്. വീണയുടെ സാന്നിധ്യത്തിൽ തന്നെ ഫോൺ തുറന്ന് പരിശോധിക്കാനാണ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഏതെങ്കിലും വിധത്തിലുള്ള ഡേറ്റുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കണം. അതിനായി കോടതി മുമ്പാകെ ഹാജരാക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം CMRLന്റെ MD ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. പക്ഷെ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചികിത്സയിലാണ്. കഴിഞ്ഞ 2 തവണയും ഇതുപോലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും അദ്ദേഹം ഹാജരായില്ല. സമാനമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ തുടർ നടപടികളിലേക്കും കോടതി അടക്കം സമീപിക്കുവാനും ED ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വീണ വിജയൻ ഈ ചോദ്യം ചെയ്യൽ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുവാൻ തന്നെയാണ് ED ഉദ്യോഗസ്ഥരും തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയായിരിക്കും ഈ ഒരു ചോദ്യം ചെയ്യലിനെ വീണ കോടതിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനായി ED ഉദ്യോഗസ്ഥരും തീരുമാനിച്ചിരിക്കുന്നത്. BSNL സഹകരണ സംഘം തട്ടിപ്പിൽ അന്വേഷണം ഊർജിതമാക്കി ED. തിരുവനന്തപുരം സ്റ്റാച്യുവിലെ BSNL സഹകരണ സംഘത്തിലായിരുന്നു 260 കോടി രൂപയുടെ തട്ടിപ്പ്. കേരള പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് പിന്നീട് ED ഏറ്റെടുക്കുകയായിരുന്നു. 100ഓളം നിക്ഷേപകരെന്ന് ED മൊഴിയെടുക്കുന്നു. BSNL ജീവനക്കാരുടെ ഒരു ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യമാണ് സ്റ്റാച്യുവിലെ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത്. അവിടെയാണ് 260 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നത്. BSNL സഹകരണ സംഘത്തിൽ 260.18 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് നേരത്തെ സഹകരണ വകുപ്പ് കണ്ടെത്തിയത്. വ്യാജ അക്കൌണ്ടുകൾ തുറന്നും വ്യാജ രേഖകൾ ചമച്ചുമായിരുന്നു തട്ടിപ്പ് നടത്തിയത്. സംഘത്തിന്റെ പ്രസിഡന്റ് AR ഗോപിനാഥൻ, സെക്രട്ടറി KV പ്രദീപ്, മുൻ ഡയറക്ടർമാരായ രാമമൂർത്തി, ജീവനക്കാരൻ രാജീവ് എന്നിവരാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം കേസ് അന്വേഷിച്ചിരുന്നു. അവരുടെ അന്വേഷണത്തിലാണ് ആ വിവരങ്ങൾ പുറത്തു വന്നത്. ഒരു നിക്ഷേപകന്റെ പണം തട്ടിയെടുത്ത ശേഷം മറ്റു നിക്ഷേപം നടത്തുമ്പോൾ ആ തുക അവിടേക്ക് നിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ആ തട്ടിപ്പ് നടന്നത്. 1987 പ്രവർത്തനം ആരംഭിച്ച സഹകരണ സംഘമാണ്. ഗോപിനാഥൻ നായർന്ന പ്രധാന പ്രതി അദ്ദേഹം BSNL നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹത്തിന് ഈ സഹകരണ സംഘത്തിൽ അംഗമാകാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു. പക്ഷേ അവിടെ മറ്റുള്ള സഹായത്തോടുകൂടി ഗുരുതരമായ ക്രമക്കേട് നടത്തി ചട്ടവിരുദ്ധമായി വോട്ടർ പട്ടിക തയ്യാറാക്കി സഹകരണ സംഘം പിടിച്ചെടുത്തു. ഉയർന്ന പലിശ നിക്ഷേപത്തിന് വാഗ്ദാനം ചെയ്താണ് നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. പിന്നീട് ഈ പണം അനുമതിയില്ലാതെ മറ്റ് ദേശസാൽകൃത ബാങ്കുകളിൽ നിക്ഷേപിച്ചു. പണം മറ്റു ബാങ്കുകളിലേക്ക് വകമാറ്റി വ്യാജ രേഖകൾ ഉണ്ടാക്കി പലപ്പോഴായി പണം
പിൻവലിച്ചു. നിക്ഷേപങ്ങളുടെ വിവരമോ അല്ലെങ്കിൽ പിൻവലിക്കുന്ന പണത്തിന്റെ കണക്കോ ഒന്നും രേഖകളിൽ ഉൾപ്പെടുത്തിയില്ല. വ്യാജ രേഖകൾ, ലെറ്റർ പാഡും സീലും അടക്കമുള്ള വ്യാജ രേഖകൾ അവിടെ തയ്യാറാക്കി. അങ്ങനെ വലിയ തട്ടിപ്പാണ് അവിടെ നടന്നത്. 67 സെന്റ് വസ്തു ഈ ജീവനക്കാരൻ രാജീവ് വാങ്ങിയെന്ന് പിന്നീട് പുറത്തു വന്നിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണ ശേഷം ബഡ്സ് നിയമപ്രകാരം ഈ പ്രതികളുടെ സ്വത്ത് കെട്ടാൻ തീരുമാനമെടുത്ത് കണ്ടുകെട്ടിയിരുന്നു. പ്രതികളിൽ ചിലർ അറസ്റ്റിലായി, പിന്നീട് അവർ ജാമ്യത്തിൽ പുറത്തിറങ്ങി. പ്രധാന പ്രതി നിഷയുടെ മരിച്ചുപോയി. ഏതായാലും അതിനുശേഷമാണ് കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുക്കുന്നത്. പക്ഷേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയില്ല. പ്രതികൾക്ക് പലർക്കും BJP ബന്ധമുണ്ട്, സംഘപരിവാർ ബന്ധമുണ്ടെന്ന് ആരോപണം ഉയർന്നു വന്നൊരു കേസ് കൂടിയാണത്. പക്ഷേ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് വീണ്ടും അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിക്ഷേപകരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. പൊട്ടക്കുഴിയിലെ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഹാളിൽ നിക്ഷേപകരുടെ മൊഴി രേഖപ്പെടുത്തുക, 100ഓളം പേരുടെ മൊഴി രേഖപ്പെടുത്തും. ഇതിനുശേഷം തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. 20 വർഷത്തെ ജയിൽവാസത്തിനൊടുവിൽ സൗദി ജയിലിൽ നിന്ന് മോചിതനായ അബ്ദുൾ റഹീം തിരികെ എത്തി. വലിയ സ്വീകരണമാണ് അബ്ദുൾ റഹീമിന് കിട്ടിയത്. എല്ലാവർക്കും നന്ദിയെന്ന് അബ്ദുൾ റഹീം പ്രതികരിച്ചു. 2 പതിറ്റാണ്ട് നീണ്ട ജയിൽവാസത്തിനൊടുവിൽ രാവിലെ 7:30യോടെയാണ് അബ്ദുൾ റഹീം കരിപ്പൂരിൽ വിമാനമിറങ്ങിയത്. നിറകണ്ണുകളോടെയും ആരവത്തോടെയുമാണ് ബന്ധുക്കളും നാട്ടുകാരും അബ്ദുൾ റഹീമിനെ വരവേറ്റത്. എല്ലാവർക്കും നന്ദിയെന്ന് അബ്ദുൾ റഹീം. കോടമ്പുഴയിലെ വീട്ടിൽ അബ്ദുൾ റഹീമിന്റെ ഉമ്മ കാത്തിരിപ്പുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴും റഹീമിന് കണ്ണീരടക്കാനായില്ല. ഉമ്മയെ ചേർത്ത് പിടിച്ചതോടെ വൈകാരിക നിമിഷങ്ങൾ. സഹായിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും എങ്ങനെ പറയണം, ആൾക്കാരെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ പേരെടുത്ത് പറയാണ്ട്, അതുകൊണ്ട് ആരും പേരെടുത്ത് എനിക്ക് പറയാനില്ല. സഹായിച്ചവർക്കും പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എന്റെ നാട്ടുകാർക്കും എന്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വളരെ വളരെ സന്തോഷം. ഈ പെരുന്നാൾ ദിവസത്തിന് ഇവിടെ എത്തിച്ചേരാൻ അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും വളരെ നന്ദി, വളരെ സന്തോഷമായിരിക്കുന്നു. സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് റഹീം ജയിലിലായത്. വധശിക്ഷയ്ക്ക് വിധിച്ച റഹീമിനെ 34 കോടി രൂപ ദിയാദനം നൽകിയാണ് മോചനം സാധ്യമാക്കിയത്. ന്യൂസ് 18 കോഴിക്കോട്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മപ്പെടുത്തലുമായി വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. നാടെങ്ങും വിപുലമായ ആഘോഷമാണ് നടക്കുന്നത്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തണമെന്ന് പാളയം ഇമാം VP ഷുഹൈബ് മൗലവി പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. അല്ലാഹുവെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ ചൈതന്യത്തിൽ മനുഷ്യർക്കിടയിലെ പരസ്പര സ്നേഹവും പരസ്പര ബന്ധവും ശക്തിപ്പെടുത്തുക എന്നതാണ്. മനുഷ്യർക്കിടയിലെ സൗഹൃദവും ആത്മബന്ധവും ഊട്ടിയുറപ്പിക്കുക എന്നതാണ് ബലിപെരുന്നാളിന്റെ യഥാർത്ഥ സന്ദേശം എന്ന് പറയുന്നത്. നാനാവിഭാഗം മനുഷ്യർക്കുമിടയിലുള്ള സൗഹൃദവും ആത്മബന്ധവും ഊട്ടിയുറപ്പിക്കാൻ പെരുന്നാൾ ദിനങ്ങളെ നാം നന്നായി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, മതജാതി വ്യത്യാസങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയ സംഘടനാ സമുദായ ഭേദങ്ങളില്ലാതെ മുഴുവൻ മനുഷ്യർക്കുമിടയിലുള്ള പരസ്പര സ്നേഹം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ബലിപെരുന്നാൾ അടക്കമുള്ള നമ്മുടെ എല്ലാ ആഘോഷങ്ങളും. സഹോദരങ്ങളെ, ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഏത് വശത്തിൽ നിന്നുണ്ടായാലും അതിനെ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള സൗഹൃദങ്ങൾ രാജ്യനിവാസികൾക്കിടയിൽ, പൗരന്മാർക്കിടയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും പെരുന്നാൾ ആശംസ നേർന്നു. സത്യപ്രതിജ്ഞ നടത്തിയതിനു ശേഷം മലബാറിലേക്ക് വരികയാണ്. അപ്പോൾ ഏതായാലും ഇവിടെ വന്നു. ഇന്നിപ്പോൾ പെരുന്നാൾ ദിവസം കൂടി ആയപ്പോൾ ഇന്നലെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ ഇവിടെ വരാം, ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ഞാൻ കോഴിക്കോട്ടേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. ഏതായാലും സന്തോഷമുണ്ട്. ഈ നല്ല സുദിനത്തിൽ സിഎമ്മിന് ആതിഥ്യം വരലാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. എല്ലാത്തിലും ആശംസകൾ നേരുന്നു. ഓക്കെ. രാഷ്ട്രീയത്തിലതീതമായി മതം ഉപയോഗിക്കരുതെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. രാഷ്ട്രീയത്തിന് വേണ്ടി മതം ഉപയോഗിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളം ഈ തവണ വോട്ട് ചെയ്തത് ആ പരിഗണനയൊന്നും കൂടാതെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ സമൂഹവും എല്ലാവർക്കും വോട്ട് ചെയ്ത് മതേതരത്വം തെളിയിച്ച ഒരു സ്റ്റേറ്റാണ്. അതിന്റെ അഭിമാനം എല്ലാവർക്കും വേണം. അതുകൊണ്ട് നമുക്ക് പെരുന്നാൾ ദിവസം ആശംസ നേരുന്നു. അതുപോലെ മറ്റ് ആഘോഷവേളയിലും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാ ഇതിലും പങ്കെടുക്കുന്നു. ആ സൗഹൃദം പങ്കിട്ടുകൊണ്ട് നമുക്ക് ഈ ദിനം മുന്നോട്ട് പോകാം. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. പെരുന്നാൾ ദിനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പാണക്കാടെത്തി. പാണക്കാട്ട് നിന്ന് പ്രാതൽ കഴിച്ചാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. ഈ പെരുന്നാൾ ദിവസം പണ്ട്
തങ്ങളെയും കുടുംബാംഗങ്ങളെയും കുഞ്ഞാലി സാഹിബ് അടക്കമുള്ള നേതാക്കളെയും സഹപ്രവർത്തകരെയും എല്ലാം കാണാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങൾ പ്രഭാത ഭക്ഷണം ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ മതപരമായ ചടങ്ങുകളിലും ജാതിമത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് അവരാഘോഷിക്കാൻ കഴിയുന്ന, കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാൻ കഴിയുന്ന ദിവസങ്ങളായി ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ മാറണം. അതാണ് നമ്മുടെ ആഗ്രഹം. അത് കേരളത്തിൽ നടപ്പാക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി കുവൈറ്റിലേക്ക് മിസൈൽ ഡ്രോൺ വർഷവുമായി ഇറാൻ യുഎസിന്റെ എയർബേസിലേക്ക് ആക്രമണം നടത്തിയതായി IRGC സ്ഥിരീകരിച്ചു. രാജ്യത്ത് നേരെ നടന്ന ആക്രമണം പ്രതിരോധിച്ചതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. കുവൈറ്റിൽ പലയിടത്തും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് നാട്ടിലേക്ക് പുറപ്പെടാനിരുന്ന പ്രവാസികളും ആശങ്കയിലാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ഏറ്റവും രൂക്ഷമായി നിന്ന മാർച്ച് മാസത്തിന് ശേഷം ഇപ്പോൾ ഗൾഫ് മേഖലയിൽ ആദ്യമായി ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇതിനു മുൻപേ ഇറാനെ പിന്തുണയ്ക്കുന്ന ചില സായുധ സേനാ ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നുള്ള ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ മാത്രമായിരുന്നു ഗൾഫ് മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ കുവൈറ്റിലേക്ക് നിരവധി മിസൈലുകളും ഡ്രോണുകളും ഇന്ന് പുലർച്ചെ ഇറാൻ തൊടുത്തുവിട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിന്റെ എല്ലാം തുടക്കം ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടാണ് ആരംഭിക്കുന്നത്. ഇന്ന് രാവിലെ 4 കപ്പലുകൾ ഹോർമുസ് കടലെടുക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇതിന് ഇറാന്റെ അനുമതി ഉണ്ടായിരുന്നില്ല. ഈ കപ്പലുകളോട് തിരിച്ചു പോകാൻ ഇറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് ഈ കപ്പലുകൾക്ക് നേരെ ഇറാൻ ശക്തമായിട്ടുള്ള ആക്രമണം ആരംഭിക്കുന്നത്. ഈ ആക്രമിക്കപ്പെട്ടതിൽ ഒരു കപ്പൽ അമേരിക്കയുടെ കപ്പലായിരുന്നു. ഈ അമേരിക്കൻ കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ US ഇറാന് നേരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപേയും US സമാനമായിട്ടുള്ള രീതിയിൽ ഇറാന് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇറാന്റെ തെക്കൻ മേഖലയിലുള്ള നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസിന് നേരെയാണ് US ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ ഇറാന്റെ ചില സൈനിക കേന്ദ്രങ്ങൾക്ക് സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായിട്ടും US റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ പല മേഖലകളിലും ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മറുപടിയായിട്ടാണ് ഇറാൻ US നേരെ ആക്രമണം നടത്തിയത്. ഇറാന്റെ ഔദ്യോഗിക സേനാ വിഭാഗമായിട്ടുള്ള IRGC തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം പുറത്തുവിട്ടത്. അതായത് ഇന്ന് രാവിലെ US ഭാഗത്ത് നിന്ന് ബന്ദർ അബ്ബാസ് നഗരത്തിന് നേരെ ഒരു ശക്തമായിട്ടുള്ള ആക്രമണം നടന്നു. ഇതിന് തക്കതായിട്ടുള്ള മറുപടി തങ്ങൾ കൊടുത്തിട്ടുണ്ട്. US ആക്രമണം എവിടെ നിന്നാണോ പൊട്ടിപ്പുറപ്പെട്ടത്, അതായത് ഗൾഫ് മേഖലയിലെ ഒരു സൈനിക കേന്ദ്രം കേന്ദ്രീകരിച്ചാണ് US ആക്രമണം നടത്തിയത്. ഇവിടേക്ക്, അതായത് ഈ ആക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് തങ്ങൾ തിരിച്ചടി നൽകിയതായിട്ടാണ് ഇറാൻ ഇപ്പോൾ പത്രക്കുറിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ കുവൈറ്റിന് നേരെയാണ് ആക്രമണം നടത്തിയത് എന്ന് അവർ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. കുവൈറ്റിൽ ഇന്ന് രാവിലെ തന്നെ നിരവധി ഈ ഡ്രോണുകളും മിസൈലുകളും അവരുടെ പ്രതിരോധ മന്ത്രാലയം ഇന്റർസെപ്റ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു ജാഗ്രത എന്നോണം കുവൈറ്റിന്റെ പല ഭാഗങ്ങളിലും ഒരു ജാഗ്രതാ സൈറനുകൾ ഉൾപ്പെടെ മുഴങ്ങിയിട്ടുണ്ട്. ഇത് ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ വളരെ നാളുകൾക്ക് ശേഷം ഇറാൻ നടത്തുന്ന ആക്രമണമാണ്. 2 ദിവസം മുൻപേ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മുജിതബ ഖമനേയി പറഞ്ഞതുപോലെ ഇനി US-ന് ഗൾഫിന്റെ ഒരു മടിത്തട്ടിൽ ഒളിക്കാനാകില്ല, ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതാണ്ട് അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനാകും. മാത്രമല്ല, ഇപ്പോൾ ഇറാന് നേരെ US അവരുടെ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് ഇറാൻ എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാക്കിയാലും ഇറാന് മേൽ ചുമത്തിയിട്ടുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കാൻ അമേരിക്ക തയ്യാറല്ല എന്ന് തന്നെയാണ് ട്രംപ് തീർത്തും പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, യുഎസിന് സമ്മതമാകുന്ന രീതിയിൽ ഒരു കരാർ ഇറാൻ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. മാത്രമല്ല, ഇറാനുമായി ചേർന്ന് ഒമാൻ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടുകൾക്കും ട്രംപ് കൃത്യമായിട്ടുള്ള ഭീഷണി മുഴക്കുകയാണ്. ട്രംപ് പറയുന്നത് ഒമാന് അത്തരത്തിലുള്ള എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ഒമാന് നേരെയും
തങ്ങൾ ആക്രമണം നടത്തും എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് സൂചിപ്പിച്ചത്. ഇതിനിടെ ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് മേൽ ചുമത്തിയിട്ടുള്ള US ഉപരോധങ്ങൾ പിൻവലിക്കുകയാണെങ്കിൽ ഈ ആക്രമണത്തിന് മുൻപുണ്ടായിരുന്ന വിധത്തിന് സമാനമായി ഹോർമുസ് കടലിടുക്ക് തുറക്കും എന്ന് ഉള്ള ഒരു ഉടമ്പടി രൂപീകരിച്ചതായിട്ട് ഇറാൻ മാധ്യമങ്ങളിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടും US ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം ഉടൻ രാജിവെക്കും. ഔദ്യോഗിക വസതിയായ കാവേരിയിൽ മന്ത്രിമാർക്ക് നടത്തിയ സൽക്കാരത്തിനിടെ സിദ്ധരാമയ്യയുടെ കാൽ ശിവകുമാർ തൊട്ടുവന്ദിച്ചു. VV വിനോദ് ചേരുന്നു. വിനോദ്, അത് 2.5 വർഷത്തിന് ശേഷം സംഭവിക്കേണ്ട കാര്യമായിരുന്നു. ചില പിടിവാശികളുടെ പുറത്ത് മാസങ്ങൾ വൈകി. ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ ശുഭകരമായി അവസാനിക്കുന്നു. എന്തൊക്കെ ഡിമാൻഡുകളാണ് സിദ്ധരാമയ്യ മുന്നോട്ട് വച്ചിട്ടുള്ളത്? രഞ്ജിത്ത്, 3:30 രാജിക്കത്ത് ഗവർണർക്ക് കൈമാറുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഗവർണറുടെ സമയം ചോദിച്ചിരുന്നു. ഇന്ന് 11 മണിയോടുകൂടി രാജി സമർപ്പിച്ചേക്കുമെന്ന വിവരങ്ങളാണ് വന്നത്. എന്നാൽ ആ സമയം നീണ്ടുപോകുന്നു. മാത്രമല്ല, സിദ്ധരാമയ്യ ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ കാവേരിയിലേക്ക് മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളെയും വിളിച്ചിരുന്നു. DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി അവർക്ക് സൽക്കാരം നൽകി. തുടർന്ന് DK ശിവകുമാർ സിദ്ധരാമയ്യയുടെ കാൽ തൊട്ട് വന്ദിക്കുകയും ചെയ്തു. DK ശിവകുമാർ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ്. കാരണം 2.5 വർഷം കഴിയുമ്പോൾ DK ശിവകുമാറിന് പദവി നൽകും എന്നതായിരുന്നു ധാരണ. പക്ഷേ അത് തെറ്റിച്ചുകൊണ്ട് സിദ്ധരാമയ്യ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നത് സംബന്ധിച്ചുള്ള വലിയ തർക്കങ്ങൾ. മാത്രമല്ല, പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള സിദ്ധരാമയ്യയെ മാറ്റിയാൽ ആ വോട്ട് ബാങ്കിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ സിദ്ധരാമയ്യയെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകാനും അദ്ദേഹത്തെ PCC അധ്യക്ഷനാക്കാനും അദ്ദേഹത്തിൻ്റെ മകന് മന്ത്രിസ്ഥാനം നൽകാനുമാണ് ഏകദേശ ധാരണയായിട്ടുള്ളത്. അങ്ങനെ DK ശിവകുമാർ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. നമുക്കറിയാം, കർണാടകയിൽ തുടക്കം മുതൽ തർക്കമായിരുന്നു ഇരു നേതാക്കളും തമ്മിൽ. DK ശിവകുമാർ വലിയ ക്രൗഡ് പുള്ളറാണ്. അദ്ദേഹം ഈ EDയുടെയൊക്കെ വലിയ പരീക്ഷണങ്ങൾ നേരിട്ട ഒരു നേതാവാണ്. ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ DK ശിവകുമാർ BJPയിലേക്ക് പോകും, അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ ഇങ്ങനെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതെന്ന അടക്കമുള്ള വാർത്തകളും വിവരങ്ങളും പുറത്തു വന്നിരുന്നു. പക്ഷേ DK ശിവകുമാർ തെക്കേ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തരായ നേതാവായി മാറുന്ന ഒരു സാന്നിധ്യം. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചടങ്ങിന് വന്നപ്പോൾ തന്നെ മലയാളികൾ അടക്കമുള്ളവർ അദ്ദേഹത്തിന് വേണ്ടി വലിയ തോതിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഈ ഒരു തർക്കത്തിന് ശേഷം DK ശിവകുമാർ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. പരമേശ്വരയെ മുഖ്യമന്ത്രിയാക്കാൻ സിദ്ധരാമയ്യയുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ വിഭാഗം ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി DKയ്ക്ക് വേണ്ടി നിലകൊണ്ടു എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൽ നിന്ന് വിവരങ്ങൾ പുറത്തു വന്നത്. അങ്ങനെ ഇപ്പോൾ DK ശിവകുമാർ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. VD സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുന്ന പതിവിൽ നിന്ന് വ്യത്യസ്തമായി ബഹുമുഖ വീക്ഷണങ്ങളുള്ള സതീശൻ ടച്ച് നയപ്രഖ്യാപനമാണ് ഇക്കുറി പ്രതീക്ഷിക്കുന്നത്. വയോജന വകുപ്പ് രൂപീകരണവും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും അടക്കം ജനപ്രിയ തീരുമാനങ്ങൾ നയപ്രഖ്യാപനത്തിലും ഇടം പിടിക്കും. ജൂൺ 1 മുതൽ ആരംഭിക്കുന്ന 100 ദിവസത്തെ കറവ് പരിപാടിയാകും നയപ്രഖ്യാപനത്തിന്റെ ഹൈലൈറ്റ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് പറയുമ്പോഴും UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം ആകാംക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപയുടെ ധനസഹായം, യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ. UDF പ്രകടന പത്രികയിലെ ഈ വാഗ്ദാനങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിക്കുമോ? KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ സൗജന്യയാത്ര നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയ പദ്ധതിക്ക് പകരം ലൈറ്റ് മെട്രോ പ്രഖ്യാപിക്കുമോ? തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ, ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ് UDF വാഗ്ദാനം. തുറമുഖങ്ങളെയും വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിച്ചിട്ടുള്ള ഗതാഗത പദ്ധതികളിലാണ് മുഖ്യമന്ത്രിയുടെ സ്വപ്നം. കർഷകരും നിരവധി പ്രതീക്ഷിക്കുന്നുണ്ട് ആദ്യ നയപ്രഖ്യാപനത്തിൽ. റബ്ബറിന് 300 രൂപ തറവില ഉറപ്പാക്കാൻ സിയാൽ മാതൃകയിൽ റബ്ബർ കമ്പനി. നെല്ലിന് 35 രൂപ സംഭരണ വിലയും നാളികേരത്തിന് ഉയർന്ന തറവിലയും. മത്സ്യത്തൊഴിലാളികൾക്കും ഓട്ടോ ടാക്സി ഉടമകൾക്കും ഇന്ധന സബ്സിഡി. അങ്ങനെ UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്ന ജനപ്രിയ തീരുമാനങ്ങൾ നിരവധിയുണ്ട്. വിശപ്പില്ലാത്ത കേരളത്തിനായി ഇന്ദിരാ ക്യാൻറ്റീനുകൾ. വയനാട്ടിൽ ട്രൈബൽ സർവകലാശാല. പാവപ്പെട്ടവരുടെ വിവാഹങ്ങൾ കുറഞ്ഞ ചെലവിൽ നടത്തുന്നതിന് സ്നേഹസുമംഗലി കല്യാണ മണ്ഡപങ്ങൾ. അങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ വെല്ലുവിളിയായി മുന്നിലുള്ള വാഗ്ദാനങ്ങളും നിരവധിയാണ്. UDF പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച വയോജന വകുപ്പ് രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിക്കഴിഞ്ഞു. വകുപ്പിന്റെ തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും നയപ്രഖ്യാപനത്തിലുണ്ടാകും. മുനമ്പം ഭൂമി വഖഫ് വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ മതസൗഹാർദ്ദം ഉറപ്പാക്കുന്ന പീസ് ആൻഡ് ഹാർമണി വകുപ്പ് പ്രഖ്യാപിക്കാൻ അനുയോജ്യമായ സമയമാണിത്. ലഹരിമുക്ത കേരളത്തിനായി
ബ്രേക്ക് ദി ചെയിൻ പദ്ധതിയും നയപ്രഖ്യാപനത്തിൽ പ്രതീക്ഷിക്കാം. ജൂൺ 1 മുതൽ 100 ദിവസത്തെ കർമ്മപരിപാടി ആരംഭിക്കും. വേഗത്തിൽ തീർപ്പാക്കാൻ കഴിയുന്ന വിഷയങ്ങൾ ഈ 100 ദിവസം കൊണ്ട് പരിഹരിക്കാനാണ് ലക്ഷ്യം. കാലാവധി അവസാനിക്കുന്ന 2031 മുൻപ് UDF നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ ലക്ഷ്യമിട്ട വിഷൻ 2031 പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ അത് വായിക്കാതെ ഒഴിവാക്കുന്ന ഗവർണർ, ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നയപ്രഖ്യാപനത്തെ വാർത്തകളിൽ നിറച്ചതെങ്കിൽ VD സർക്കാരിന്റെ കന്നി നയപ്രഖ്യാപനത്തിൽ അതിനും സാധ്യത കുറവ്. ന്യൂസ് 18 തിരുവനന്തപുരം. താരസംഘടന അമ്മയിലെ തർക്കത്തിൽ അൻസിബയുടെ പരാതി സംഘടന കേൾക്കും. ടിനി ടോമിനെതിരെ അടക്കമുള്ള പരാതിയാണ് കേൾക്കുക. ജൂൺ 1 നേരിട്ടെത്താൻ അൻസിബയ്ക്ക് നിർദ്ദേശം നൽകി. തെളിവുകൾ ഉണ്ടെങ്കിൽ അതും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എത്തിക്കണം എന്നും നിർദ്ദേശിച്ചു. അതേസമയം തന്റെ പരാതി കേൾക്കാൻ സമിതി രൂപീകരിക്കണമെന്നാണ് അൻസിബയുടെ ആവശ്യം. നടൻ ടിനി ടോമിനും നടി ലക്ഷ്മി പ്രിയയ്ക്കും ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടുള്ള പരാതിയിൽ ഹൻസിബയെ കേൾക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ് താരസംഘടനയായ അമ്മ. 1 മുതൽ 3 വരെയുള്ള തീയതികളിൽ ഒരു ദിവസം കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകണം. ഹൻസിബയുടെ പരാതികൾ വിശദമായി കേൾക്കും. അതോടൊപ്പം തന്നെ ഹൻസിബയുടെ കയ്യിലുള്ള തെളിവുകളുമായി ഓഫീസിലേക്ക് എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ ഹൻസിബ ഈ ഒരു ആവശ്യത്തെ 1 തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ തനിക്ക് ഹാജരാകാൻ കഴിയില്ല. 1 തീയതി അല്ലെങ്കിൽ 7 തീയതിക്ക് ശേഷം ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും താൻ ഈ തന്റെ പരാതി ബോധിപ്പിക്കുന്നതിന് വേണ്ടി തെളിവുകളടക്കം ഹാജരാക്കാമെന്ന് ഹൻസിബ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ആവശ്യം കൂടി ഹൻസിബ ഉന്നയിക്കുന്നത്, ഇത്തരത്തിൽ തന്റെ പരാതി കേൾക്കുന്നുണ്ടെങ്കിൽ അത് കമ്മിറ്റി അംഗങ്ങളായിരിക്കരുത്, മറിച്ച് ആ കമ്മിറ്റിക്ക് പുറത്തുള്ള ആളുകളായിരിക്കണം തന്റെ പരാതി കേൾക്കേണ്ടത്. പ്രത്യേകിച്ച് രമേശ് പിഷാരടി, ധ്യാൻ ശ്രീനിവാസൻ, മാല പാർവതി ഇവർ 3 പേരും തന്റെ പരാതികൾ കേൾക്കണം. എങ്കിൽ മാത്രമേ തനിക്ക് നീതി കിട്ടുകയുള്ളൂ എന്ന് ഹൻസിബ അമ്മയ്ക്ക് നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്. കാരണം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉള്ള അംഗങ്ങൾക്കെതിരെയാണ് താൻ പരാതി നൽകിയത്. അവർ തന്നെ തന്റെ പരാതി കേട്ടുവാൽ നീതി ലഭിക്കുകയില്ല എന്നാണ് ഹൻസിബ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം ലക്ഷ്മി പ്രിയക്കെതിരായിട്ടുള്ള പരാതിയും നടൻ ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട്. ഒപ്പം തൃപ്പൂണിത്തറ സ്റ്റേഷനിലെ വനിതാ SIക്കെതിരെ വനിതാ സെല്ലിലെ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. കാരണം അന്ന് ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിൽ തന്നെ അകാരണമായി മണിക്കൂറുകൾ സ്റ്റേഷനിലിരുത്തി മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് ആ പരാതിയിലും ഹൻസിബ പറയുന്നത്. എന്തായാലും അമ്മയിലെ തർക്കങ്ങൾ അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. കാരണം പൊതുസമൂഹത്തിൽ അമ്മ എന്ന സംഘടനയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് ആളുകളുടെ പ്രതികരണങ്ങൾ, സഹതാരങ്ങളുടെയും ഒപ്പം അംഗങ്ങളുടെയും പ്രതികരണങ്ങൾ കടക്കുന്നു. അതിന് അധികം മുന്നോട്ട് പോകാതെ എത്രയും വേഗം പരിഹരിക്കാൻ സാധിക്കുമോ എന്നാണ് സംഘടനയും നോക്കുന്നത്. ഒപ്പം ജനറൽ ബോഡിയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഹൻസിബയുടെ പരാതിയിലെ തെളിവുകളടക്കം ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കാനാണ് പ്രസിഡന്റ് ശ്വേതാ മേനോനും തീരുമാനിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നവരിൽ നിന്ന് പണം കൈപ്പറ്റി പിടിയിലായ ചേർത്തല ഡിവൈഎസ്പി നേരത്തെയും പണമിടപാടുകൾ നടത്തിയിരുന്നുവെന്ന് കണ്ടെത്തൽ. ലോറി ഉടമകളിൽ നിന്ന് 25,000 രൂപ നിരക്കിൽ 25 ലക്ഷം രൂപയോളമാണ് ചേർത്തല ഡിവൈഎസ്പി വാങ്ങിയിരുന്നത്. ഡിവൈഎസ്പി അനിൽകുമാറിനെതിരെ കൂടുതൽ പേർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായാണ് സൂചന. കക്കൂസ് മാലിന്യം തള്ളുന്നതിനിടയിൽ പിടിയിലായ 4 ടാങ്കറുകൾ വിട്ടുകിട്ടാനായാണ് ചേർത്തല ഡിവൈഎസ്പി അനിൽകുമാർ 2 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചത്. ഇതിൽ ആദ്യ ഗഡുവായ 50,000 നൽകുന്നതിനിടയിലാണ് വിജിലൻസ് സംഘം ഇയാളെ പിടികൂടുന്നത്. മുഹമ്മദ് സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. വിജിലൻസ് വീട്ടിലെത്തിയപ്പോൾ ഡിവൈഎസ്പി ഇറങ്ങി ഓടുകയായിരുന്നു. പിന്നാലെ ഓടിയാണ് അന്വേഷണ സംഘം ഇയാളെ പിടിച്ചുകൊണ്ടുവന്നത്. കണ്ടല്ലോ സാർ, ഇത് കണ്ടോ കളർ ചേഞ്ച് കണ്ടോ, കളർ ചേഞ്ച് കണ്ടോ. കക്കൂസ് മാലിന്യം തള്ളുന്ന 100-ലധികം വാഹനങ്ങളുണ്ട് ചേർത്തല കേന്ദ്രീകരിച്ച്. ഇവരിൽ നിന്ന് മാസപ്പടിയായി ഡിവൈഎസ്പി കൈപ്പറ്റുന്നത് വാഹനമൊന്നിന് 25,000 നിരക്കിലാണ്. അനിൽകുമാറിന്റെ പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ പോലീസ് മേധാവി തന്നെ ഡിവൈഎസ്പിയെ ഒരാഴ്ച മുമ്പ് താക്കീത് ചെയ്തിരുന്നു. ചേർത്തല ഡിവൈഎസ്പി ഓഫീസിന് കിലോമീറ്ററുകൾ അകലെ തൈക്കലിലാണ് അനിൽകുമാർ താമസിച്ചിരുന്നത്. പണമിടപാടുകൾക്കുള്ള സൗകര്യാർത്ഥമാണ് ഇതെന്നാണ് സൂചന. തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന ഇയാൾ ഇലക്ഷൻ ട്രാൻസ്ഫറിലാണ് ആലപ്പുഴ ചേർത്തലയിലെത്തുന്നത്. കൊല്ലം കുണ്ടറ സ്വദേശിയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ.
കാസർഗോഡ് ഗാർഹിക പീഡന മരണങ്ങൾ തുടർക്കഥയാകുന്നു. ആദൂരിൽ ഭർത്തൃവീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളൂർ പള്ളപ്പാടിയിൽ സൈനുദ്ദീന്റെ ഭാര്യ സെറീനയാണ് മരിച്ചത്. ഭർത്തൃവീട്ടുകാരുടെ നിരന്തര പീഡനമാണ് യുവതി ജീവനൊടുക്കാൻ കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഭർത്തൃവീട്ടുകാരുടെ നിരന്തര പീഡനത്തെ തുടർന്ന് ഞായറാഴ്ചയാണ് പാണലത്ത് 24 വയസ്സുകാരി ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയത്. കേസിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും തുടരന്വേഷണം നിലച്ച അവസ്ഥയിലാണ്. വെള്ളൂർ പള്ളപ്പാടിയിൽ ഭർത്തൃമതിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളപ്പാടിയിലെ സൈനുദ്ദീന്റെ ഭാര്യ സെറീനയാണ് മരണപ്പെട്ടത്. ഭർത്താവിനോടൊപ്പം താമസിക്കുന്ന സെറീനയെ പള്ളപ്പാടിയിലെ വീടിനോട് ചേർന്നുള്ള ഷെഡിലാണ് കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ പേരിൽ ഭർത്തൃവീട്ടുകാർ സെറീനയെ മാനസികമായും ശാരീരികമായും നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു. സെറീന മരണപ്പെട്ട വിവരം ഭർത്താവിന്റെ വീട്ടുകാരാണ് ഫോൺ മുഖേന യുവതിയുടെ ബന്ധുക്കളെ അറിയിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പുത്തൂർ സ്വദേശിയും സെറീനയുടെ സഹോദരനുമായ അബ്ദുൾ റഹ്മാൻ ആദൂർ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതൊരു കൊലയാണ് സർ. ഇത് കൊന്നതാണ്, എല്ലാ ആൾക്കാരും വീട്ടിൽ കൊന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടായപ്പോൾ മറ്റേ 4 കൊല്ലമായി 22/5/2022 കല്യാണം കഴിച്ചു കൊടുത്തത്. കുഞ്ഞായിട്ടില്ല, ഒന്നാമത് കുഞ്ഞായിട്ടില്ലാണ്. എനിക്ക് ഭയങ്കര വയസ്സായതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞാവത്തത്. അപ്പോൾ കുഞ്ഞാത്തത് എൻ്റെ പ്രശ്നമല്ല, ഇത് അയാളെ ഭർത്താവിൻ്റെ പ്രശ്നം ആൾക്കറിയാലല്ലേ. അപ്പോൾ ഇതിനെ റിപ്പോർട്ടിൽ ഇതാക്കി ഡോക്ടർ ഇതാക്കി പിന്നെ സർജറി ആക്കി പിന്നെ ഓൻ്റെ തന്നെ പ്രോബ്ലം പുതിയാപ്പിളത്. ആരാണ് പീഡിപ്പിക്കുന്ന ഉമ്മ, ഓൻ്റെ ഉമ്മ, ഓളെ അമ്മയമ്മ, ഭർത്താവിന്റെ ഉമ്മ. ഭർത്താവിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കലമ്പുണ്ടായിരുന്നു. ഇതിനിടയിൽ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാണലത്ത് ഭർത്തൃവീട്ടിൽ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുവൈദ ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് പരാതി. കേസിൽ സുവൈദയുടെ ഭർത്താവ് ചെങ്കള പാണലം സ്വദേശി KA മുഹമ്മദ് ആദിലിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കേസിലെ പ്രധാന പ്രതിയായ ആദിലിന്റെ മാതാവ് ആയിഷയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ചർലടക്ക സ്വദേശി ഫാത്തിമത്ത് സുബൈദ ശനിയാഴ്ച രാത്രിയാണ് പാണലത്തെ ഭർത്തൃ വീട്ടിൽ വെച്ച് ആസിഡ് കഴിച്ചത്. വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് യുവതി ആസിഡ് കഴിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയാണ് മരണപ്പെട്ടത്. 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാതാവായ സുബൈദ 1ാം വിവാഹ വാർഷികം നടക്കാനിരിക്കെയാണ് ജീവനൊടുക്കിയത്. ഭർത്തൃ വീട്ടുകാരുടെ നിരന്തര പീഡനമാണ് യുവതി ജീവനൊടുക്കാൻ കാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. യുവതിക്ക് നിരന്തരമായ ശാരീരികവും മാനസികവുമായ ഉപദ്രവമുണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു. സുബൈദയുടെ സ്വർണം ആവശ്യപ്പെട്ട് ഭർത്തൃ വീട്ടുകാർ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും പരാതിയിലുണ്ട്. 10 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് സുബൈദയുടെയും ആദിലിന്റെയും വിവാഹം നടന്നത്. 1 വർഷം തികയും മുൻപേ ഭർത്തൃ വീട്ടുകാരുടെ നിരന്തര കുത്തുവാക്കുകളും പീഡനവുമാണ് ഈ കടുങ്കൈ ചെയ്യാൻ സുബൈദയെ പ്രേരിപ്പിച്ചതെന്നും വീട്ടുകാർ ആരോപിച്ചിരുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ജില്ലയിൽ ഗാർഹിക പീഡന മരണങ്ങൾ തുടർക്കഥയാകുന്നത് ആശങ്ക ഉയർത്തുന്നു. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെ 6 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. കനത്ത കാറ്റിനും സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും കടലിലിറങ്ങിയുള്ള വിനോദം പാടില്ലെന്നുമാണ് നിർദ്ദേശം. കനത്ത മഴയിൽ കൊല്ലം അച്ചൻകോവിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വനസംരക്ഷണ സമിതിയുടെ കെട്ടിടത്തിന് മുകളിലേക്കും മതിലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുനലൂർ MLA ആയിരുന്ന PS സുബാൽ ഉദ്ഘാടനം ചെയ്ത 3 നില മന്ദിരത്തിനോട് ചേർന്നുള്ള ചുറ്റുമതിലാണ് തകർന്നത്. മതിലിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സ്കൂൾ തുറക്കുന്നതിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് അപകടം. മലബാറിൽ മലപ്പുറം ജില്ലയിൽ ടൂറിസം ഭൂപടത്തിൽ സവിശേഷമായ ഇടം അടയാളപ്പെടുത്തിയ വളാഞ്ചേരി വേങ്ങാട് ഫ്ലോറ ഫന്റാസിയ അമ്യൂസ്മെന്റ് പാർക്ക് പ്രവർത്തനം തുടങ്ങി 1 വ്യാഴവട്ടം പിന്നിടുന്നു. 2012 നിന്നും 2026 എത്തുമ്പോൾ പുത്തൻ റൈഡുകളും അക്വാട്ടിക് വിനോദ സംവിധാനങ്ങളും ഉൾപ്പെടെ കേരളത്തിലെ മികച്ച അമ്യൂസ്മെന്റ് പാർക്കുകളുടെ പട്ടികയിൽ ഇടം നേടിക്കഴിഞ്ഞിരിക്കുന്നു ഫ്ലോറ ഫന്റാസിയ.
അമ്യൂസ്മെന്റ് പാർക്കുകൾ തേടി മലപ്പുറം ജില്ലക്കാർ മലമ്പുഴയിലേക്കും അതിരപ്പള്ളിയിലേക്കും കാക്കനാട്ടേക്കുമൊക്കെ പോകുന്ന കാലത്താണ് വളാഞ്ചേരിക്കടുത്ത് വെങ്ങാട് ഒരു കുന്നിൻപറമ്പിൽ പ്രവാസി സംരംഭകർ അവരുടെ സ്വപ്ന സംരംഭം തുടങ്ങിയത്. 5 വർഷം നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ 2012 അത് യാഥാർത്ഥ്യമായി. 14 വർഷങ്ങൾക്കിപ്പുറം മലബാറിലെ വിനോദസഞ്ചാര ഭൂപടത്തിൽ തന്നെ ഒരു സ്ഥലനാമം പോലെ ചിരപരിചിതമായി കഴിഞ്ഞിരിക്കുന്നു ഈ സംരംഭം. വർഷങ്ങൾക്കിപ്പുറം ഇന്നിപ്പോഴിവിടെ എല്ലാവിധ ആധുനിക റൈഡുകളും സംവിധാനങ്ങളുമെല്ലാം സജ്ജമാണ്. തുടക്കം കുറച്ച് പ്രവാസി മലയാളികൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഞങ്ങളാദ്യം 4 പേര് കൂടിയിട്ടാണ് ഒരു ആശയം രൂപീകരിച്ചു. മലബാറിലുള്ളൊരു വികസനം, അതുപോലെ ഏറ്റവും അധികം മറ്റുള്ള പാർക്കുകളിലേക്കാണെങ്കിലും ടൂറിസം കേന്ദ്രത്തിലാണെങ്കിലും ഈ മലബാറിൽ നിന്നുള്ള ഒരു തള്ളിച്ചേട്ടം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിദേശത്ത് വെച്ച് കുറച്ച് മീറ്റിങ്ങുകളൊക്കെ കൂടി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അത് താല്പര്യപൂർവ്വം ഇതിലേക്ക് വരികയായിരുന്നു. ഇപ്പോൾ സൈക്ലോൺ കോസ്റ്റർ നമ്മൾ വലിയ വലിയ റൈഡുകൾ കൊടുക്കും. അതിന് പുറമെ ഒരു അക്വേറിയം, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു അക്വേറിയം കൊടുത്തു. ഇനിയിപ്പോൾ ഒരു മ്യൂസിയം അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ഒരു 1 ലക്ഷത്തിന് മുകളിൽ എന്ന് പറയുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ തന്നെ ഒരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ പാർക്ക് സന്ദർശിക്കും. 5ലേറെ വാട്ടർ പൂളുകൾ, ജയന്റ് വീൽ, മങ്കി ജംപ്, കങ്കാരു, ബുൾ റൈഡ്, മോട്ടോർ റൈഡ്, കാർ റൈഡ്, ഡ്രാഗൺ ബോട്ട്, ഹൊറർ ഹൗസ്, അക്വേറിയം, DJ റൂം, 60D തിയേറ്റർ, കുട്ടികളുടെ പാർക്ക് തുടങ്ങി വിനോദസഞ്ചാരികളുടെ ഉള്ളു നിറയ്ക്കുന്ന അനവധി ഇനങ്ങൾ ഇവിടെയുണ്ട്. ഒരിക്കൽ വന്നവർ വീണ്ടും വീണ്ടും വരുന്നു. സുരക്ഷിതത്വം മുഖമുദ്രയായ ഇവിടേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഏറെ വിശ്വാസം. ഗെയിംസിലെ എല്ലാത്തിനും കയറി എല്ലാം വളരെ നല്ലതാണ്. നന്നായിട്ട് എനിക്ക് തോന്നി. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് ഞങ്ങൾ ഫീൽ ചെയ്തു. ഞങ്ങൾ ഹോളി ക്രോസ് ചർച്ച് മഞ്ചേരി ഇടവകയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ സൺഡേ സ്കൂളിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കുട്ടികളെ ടൂർ കൊണ്ടുവന്നതാണ്. കുട്ടികളൊക്കെ സേഫാണ്. കുട്ടികളെല്ലാം ഇപ്പോൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികളെന്ന് മാത്രമല്ല, ഞങ്ങൾ വലിയവരും മുതിർന്നവരും ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. എല്ലാവരും ഒക്കെ വന്ന് ഒരു ദിവസം എൻജോയ് ചെയ്യുക. കാരണം ജീവിതത്തിൽ എല്ലാവരും ഇപ്പം ജീവിത വികൃതിയിൽ നെട്ടോട്ടാണല്ലോ. ഇടയ്ക്ക് ഒരു ദിവസം വന്ന് എൻജോയ് ചെയ്യുന്നത് നന്നായി. ടൈമിൽ വരാൻ പറ്റിയ സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റും. ഒരുപാട് റൈഡ്സ് ഉണ്ട്. മ്യൂസിയം അടക്കം ഒട്ടേറെ പുത്തൻ വികസന പദ്ധതികൾ ഏറെ വൈകാതെ ഫ്ലോറ ഫാന്റാസിയയിൽ തുടങ്ങാൻ പോവുകയാണ്. മലപ്പുറത്തിന്റെ സ്വന്തം അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഖ്യാതി മലബാറിനും അപ്പുറത്തേക്ക് വളരുകയാണ്, പടരുകയാണ്. ന്യൂസ് 18 മലപ്പുറം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,305, പവന് 1,14,440. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,815, പവന് 94,520. വെള്ളി ഗ്രാമിന് 275, കിലോയ്ക്ക് 2,75,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്പോട്ട് ലൈവ് കാണാം. എൽദോ പോൾ ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.